നമസ്കാരം ജഗദീഷ്. നമസ്കാരം. ഞാൻ വന്നത് ചില കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ലൈഫിൻ്റെ ഇപ്പോഴത്തെ എന്തോന്ന് ഞാനും ജഗദീഷായിട്ടായിരുന്നത് 90 ഇയേഴ്സിൻ്റെ പരിചയമുണ്ട്. ആണെന്നുള്ള ഞാനിതെല്ലാം ഇതിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ താങ്കൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകൾ ഓരോ കുടുംബങ്ങളെ രക്ഷപ്പെടുന്നത് ഞാൻ കാണുന്നു, അറിയുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇതെത്താനായിട്ട് എനിക്കൊന്നും കാര്യങ്ങൾ അറിയണം. അതുവേണ്ടി ഞാൻ മനസ്സിൽ അല്ലെങ്കിൽ ചിന്തകളിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത്, അതിനുള്ള ഒരു കാരണം എന്താണ്? ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, കുട്ടികൾക്ക് പഠിച്ചതിന് ശേഷം ജോലി കിട്ടുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യം കണ്ടിട്ടാണോ ഇതിലേക്ക് താങ്കളുടെ 40% ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയത്? ആ കാര്യങ്ങളിൽ നിന്ന് അറിയണം, കൂടുതൽ ജനങ്ങളിലേക്ക് ഇതെത്തണം. അതാണ് ഞാൻ വന്ന എൻ്റെ ലക്ഷ്യം. അപ്പം എങ്ങനെയാണ് ഇത് മനസ്സിലേക്ക് കടന്നു പോകുന്നത്, ഈ ചിന്ത മനസ്സിലേക്ക് കടന്നു പോകുന്നത് എന്ന്? അപ്പോൾ സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. സാറ് പറഞ്ഞ ആ വർഷം ശരിക്കും 2007 2007 ഞാൻ പരിചയപ്പെടുന്നത്. ഈ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പം സാർ പറഞ്ഞിരിക്കുന്ന ഈ വളർച്ചയിലെത്തിയ സ്ഥാപനത്തിൻ്റെ തുടക്കം 2007 2007 ലോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫ്യൂച്ചർ എക്സ്പെർട്സ് എന്നാണ് ഞാനിതിന് ഒരു എക്സ്പാൻഷൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പലതും സാറിൻ്റെ ചോദ്യത്തിന് തന്നെ അതിന് മറുപടിയുണ്ട്. കാരണം ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടെയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ രംഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ എല്ലാവരും പല കോഴ്സസ്, അതായത് ടെക്നിക്കൽ ട്രേഡ് ആയിക്കോട്ടെ, മറ്റ് കോഴ്സസ് ആയിക്കോട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവർ എംപ്ലോയബിൾ ആകുന്നില്ല, ഇവർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൻ്റെ ആരംഭം. ഇങ്ങനെയാണ് ഇത് എങ്ങനെ നമുക്കതിനൊരു റെമഡി കണ്ടെത്താം, കുട്ടികളെ എങ്ങനെ എംപ്ലോയബിൾ ആക്കാം എന്ന് പറയുന്ന ഒരു ചിന്ത. സാധാരണ സകല പേരൻസും കുട്ടികൾ പറയുന്ന എല്ലാ കോഴ്സസിനും കാശ് മുടക്കാറുണ്ട്, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, കുട്ടികളതെല്ലാം അവെയിൽ ചെയ്യാറുണ്ട്. അത് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഞാൻ ഈ ഒരു ചിന്തയിൽ കൂടി ഞാൻ വരുത്താൻ ശ്രമിക്കുന്നത്.